അപ്പോൾ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് സ്റ്റാൻഡേർഡൈസേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളാണ്. അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല, കാരണം അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് CBSEയിലും കേരള സിലബസിലും ഒക്കെ പഠിക്കുന്ന സിലബസ് ഇപ്പോൾ സെയിം തന്നെയാണ്. +1 +2 ആ +1 +2 സിലബസ് പഠിക്കുന്നത് സെയിം ആണെങ്കിലും അതിൻ്റെ മാർക്കുകൾ തമ്മിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതെന്ന് കൂടി ആദ്യം ആലോചിക്കണം. കാരണം കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു, അപ്പോൾ മാർക്ക് വളരെ കൂടുതലായിരിക്കും. അതേസമയം ഇപ്പോൾ CBSEയിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് തന്നെ മാർക്ക്, അതായത് ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് ഇപ്പോൾ 92 94% ഉള്ളതെന്ന് വിചാരിക്കൂ എക്സാമ്പിൾ. അതേസമയം കേരളത്തിൽ കിട്ടുന്ന കുട്ടിക്ക് ചിലപ്പോൾ 96 ചിലപ്പോൾ 97% മാർക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ മാർക്ക് കുറച്ചുകൂടി ഒരു ലിബറലൈസ്ഡ് വാല്യുവേഷൻ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ വേണ്ടി വരുന്നത്. അതേസമയം തന്നെ ചിലപ്പോൾ 88 90% താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ ICSE സിലബസിൽ വരുന്ന റാങ്കുകാർക്ക്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പർ തന്നെ അത്ര മാത്രമേ അവർക്ക് മാർക്ക് ഉണ്ടാവൂ.